ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സംഭവം കണ്ടിട്ട് ഇറങ്ങിയതാണേ. കാർ വാഷറാണ്, കണ്ടില്ലേ? ഇത്രയും പ്രഷറിൽ ഇത് ചെയ്ത് അടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. നല്ല പ്രഷറിൽ ഇത് അടിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ഓരോ സാധനങ്ങളുണ്ട്, എൻ്റെ ഫ്രണ്ടിലിടുന്ന പോയിന്റുകളൊക്കെ ഓരോന്നുണ്ട്. നമ്മൾ വലിയ വില കൊടുത്തൊക്കെ വാങ്ങിക്കുന്നതൊക്കെ ചൈനക്കാരിറക്കിയ ഐറ്റമാണ്. 1500 രൂപ എന്നാ പായി പറയുന്നത്. എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യും, പക്ഷേ എന്തായാലും സംഭവം കൊള്ളാം. ഇത് ബാറ്ററി ചാർജ് ചെയ്യുന്ന ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററി കണക്റ്റിംഗ് ആണ് ഇത്. ഇതുണ്ട്, ഇത് പ്രസ് ചെയ്ത് ഊരി കഴിഞ്ഞാൽ ബാറ്ററി കണ്ടില്ലേ, ഇത് ചാർജിങ് ബാറ്ററി സിസ്റ്റമാണ്. ഇത് അതിലോട്ട് കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം, കണ്ടില്ലേ? എന്തായാലും ഇതൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. 1500 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും ഒരു ബക്കറ്റ് വെള്ളം വെച്ചിട്ട് കഴുകാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇതിന് വെള്ളം ലാഭിക്കാം. ഒരു ബക്കറ്റ് വെള്ളം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തായാലും സംഭവം കൊള്ളാം. 48 വോൾട്ട് ഹൈ ലിഥിയം അയൺ ബാറ്ററി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇത് മേടിച്ച് വണ്ടിക്കകത്തിരുന്നാലും കുഴപ്പം, വണ്ടിക്കകത്ത് ഇട്ടിരുന്നാൽ മതി. ബാക്കിൽ ഇത്രയും ഒരു കാർ വാഷർ സെറ്റ്, ഒരു ബക്കറ്റ് ചെറിയ ഉണ്ടെങ്കിൽ അതും വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പാണ് കേട്ടോ. ഫുട്പാത്തിലിരുന്നുള്ള ഒരു സെയിലാണിത്. കണ്ടപ്പോൾ നമുക്ക് വളരെ കൗതുകം തോന്നി. നമുക്ക് വേറൊരു കാര്യമുണ്ട്, ചൈനക്കാരന്മാർ ഇവിടെ 15,000 രൂപയ്ക്ക് ഇറക്കുന്ന അമ്മമാർ 1500 രൂപയ്ക്ക് ഈ സാധനം ഇറക്കും. ആ സാധാരണക്കാരൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെ സ്പ്രേയറും കണ്ണും എല്ലാം വെച്ചിട്ടുണ്ട്. ഒരുപാട് സെറ്റപ്പിലാണ്. സോപ്പ്, മറ്റേ സോപ്പ് വെള്ളമൊക്കെ വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് പ്രോത്സാഹിച്ച് കൊടുക്കണേ. സാധാരണക്കാരനൊരു 30,000 രൂപയുടെ 800 ഉണ്ടെങ്കിൽ അത് കഴുകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1500 രൂപയുടെ സാധനം ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ചിലർ പറയും കൊള്ളില്ല എന്നൊക്കെ പറയും. ഒരാളുടെ ഉപജീവന മാർഗ്ഗമാണ്. ഇത് വാങ്ങിച്ചിട്ട് ഒരു 10 പ്രാവശ്യം ഉപയോഗിച്ചാലും ലാഭമില്ല. ഒരു വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം, ഇന്ന് 500 രൂപയ്ക്ക് മേളിലാണ്. 3 പ്രാവശ്യം ഇതുകൊണ്ട് സർവീസ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ സാധനം ലാഭമാണ്. അപ്പോൾ ഇതിൻ്റെ ബോക്സാണ് കേട്ടോ. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഈ ബോക്സോട് കൂടിയൊക്കെയാണ് ഈ സാധനം കിട്ടുന്നത്. ഇതിൻ്റെ ബാക്കി എക്യുപ്മെൻറ്റ്സും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഞാൻ കാണിച്ചിട്ട് കണ്ടോ, കുറച്ച് ട്യൂബ്, ഇതിൻ്റെ ബാക്കി സിസ്റ്റമാണ് ഇതിനകത്തിരിക്കുന്ന. പൈപ്പ്, ബാറ്ററി ചാർജ് ചെയ്യുന്ന കേബിൾ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അഡാപ്റ്ററും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ സഹിതമാണ് 1500 രൂപ എന്ന് പായി പറയുന്നത്. എന്നാലും എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ് കേട്ടോ. പുള്ളിക്കാരന് ഒരു വില, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത വിലയ്ക്കൊക്കെ ഈ സാധനം കിട്ടും എന്നാണ് എനിക്ക്. എന്തായാലും സംഭവം കൊള്ളാം. എന്തായാലും വെച്ചേക്കുന്ന ഡിസ്പ്ലേ എല്ലാം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ ഗണ്ണിൻ്റെ മോഡൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു തോക്ക് പോലെയൊക്കെ ഇരിക്കും സംഭവം. ഇത് അത്യാവശ്യം ഞാൻ കയ്യിൽ പ്രഷർ ചെയ്തപ്പോഴും നല്ല പ്രഷർ ഉണ്ടായിരുന്നു. 2 പേരൊക്കെ ഒന്ന് വിലയൊക്കെ ചോദിക്കുന്നതിൻ്റെ പ്രഷറൊക്കെ പായി ചെക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഷാമ്പു അടിക്കുന്നതാണ് കേട്ടോ. ഇതിനകത്ത് ഷാമ്പു നിറച്ച് എടുത്തിട്ട് നമ്മുടെ ഫോം ചെയ്യാനായിട്ടാണ്. വണ്ടി ആദ്യം ഫോം ചെയ്ത് നിർത്തിയിട്ടാണ് പ്രഷർ വാഷ് നമ്മൾ കൊടുക്കുന്നത്. ഇത് സൈറ്റ് സ്പോട്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പറയാം. കാരണം ഇവർ പല സ്പോട്ടിലാണ് പോകുന്നത്. ഇപ്പം ഞാൻ കണ്ടത് പഞ്ചൂരാണ്. വഞ്ചിയൂർ നമ്മൾ തിരിഞ്ഞ് വരുമ്പം പേട്ടയിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് റെയിൽവേ പാളമൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതിനടുത്തായിട്ടാണ് ഇത് വരുന്നത്. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഞാനും കുഴഞ്ഞു പോയി. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് എടുത്ത് കാണിക്കണമെന്ന് തോന്നിയുണ്ട്. ഇതിനി ഒരുപാട് സ്പോട്ടുകൾ കാണാൻ പറ്റും. ഈ സാധനം ഇവിടെ എൻട്രി ആയിട്ടുണ്ട്. ഒരുപാട് സ്പോട്ടിൽ ഇനി ഈ സാധനം കാണാൻ പറ്റും.